പലതവണ ചോദിച്ചിട്ടും ചായ കിട്ടിയില്ല. നിലമ്പൂരിൽ ഭർതൃമാതാവ് മരുമകളെ വെട്ടിക്കൊന്നു. അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ ഇതൊക്കെ എന്ത് ഇതൊക്കെ ഒരു യുദ്ധം. ഈ മരുമകൾ അമ്മായിമാരുടെ യുദ്ധമാണ്. ലോകത്തിൽ ഏത് യുദ്ധം നമുക്കിപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇറാൻ ഇസ്രായേൽ യുദ്ധം അവർ സംസാരിച്ചത് ശരിയാവും. പക്ഷെ ഏത് യുദ്ധം നമ്മൾ സമാധാനം അടങ്ങിയാലും ഈ ഒരു യുദ്ധം ഉണ്ടല്ലോ, അമ്മായിയമ്മ മരുമകൾ, അത് ലോകത്ത് ഒരു ചർച്ച ചെയ്തിട്ടും ആ യുദ്ധം അവസാനിക്കാൻ പോകുന്നില്ല. ഇവിടെ നമ്മൾ ഇസ്രായേൽ ഇറാന് കമ്പയർ ആക്കുമ്പോൾ, ഇവിടെ അമേരിക്കയും ഇറാനും കമ്പയർ ആക്കുമ്പോൾ, ഇവിടെ അമേരിക്ക ആരാണ്? അമ്മായിയമ്മ അമേരിക്കയാണ്. അതുപോലെ ഇറാൻ ആരാ? ഭാര്യമാർ. അതുപോലെ തന്നെ ഈ പാവങ്ങൾ, ഈ ഗൾഫ് രാജ്യങ്ങളില്ലേ, ഇതിൻ്റെ ഇടയിൽ പെട്ടിട്ട് കുടുങ്ങുന്ന, അത് ഭർത്താക്കന്മാരാണ് അല്ലേ, കുടുങ്ങുന്ന ഭർത്താക്കന്മാരാണ്. അപ്പോൾ നമ്മൾ ഇറാനിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അമേരിക്ക ഇറാനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഇറാൻ ഡയറക്റ്റായിട്ട് അമേരിക്ക അറ്റാക്ക് ചെയ്യലില്ല, അത് അവർക്ക് പറ്റില്ല. അവരെന്താ ചെയ്യുന്നത്? ഇവിടെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് എന്താക്ക് ബോംബ് ഇട്ടിട്ട് ഇവർക്കൊരു പ്രഷർ കൊടുക്കുന്നത്, എന്തിന്? അമേരിക്ക യുദ്ധം നിപ്പിക്കാൻ വേണ്ടി. അതേപോലെ തന്നെ ഈ ഇറാൻ എന്ന ഭാര്യമാർ എന്ത് ചെയ്യുന്ന ഭർത്താക്കന്മാരായ ഗൾഫ് രാജ്യങ്ങൾ എപ്പോഴും ഇങ്ങനെ കുത്തിക്കൊണ്ടേയിരിക്കും, ഡ്രോൺ അയക്കും പോലെ ഇങ്ങനെ രാത്രി കുത്തും. നിങ്ങളിങ്ങനെ പറഞ്ഞു കൊടുക്കണം, ഇത് അവസാനിപ്പിക്കണോ, നിങ്ങൾ അമ്മായി അങ്ങനെ ഇങ്ങനെ ഈ പാവപ്പെട്ട ഭർത്താക്കൾ. ഗൾഫ് രാജ്യങ്ങൾ എന്താ ചെയ്യുന്ന? അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അവർക്ക് അല്ലെ, അവർക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അതിലത് നേരിട്ട് യുദ്ധം അമേരിക്കയിലോട് ഗൾഫ് രാജ്യങ്ങൾക്ക് പറ്റില്ല. അത് ഭയങ്കര പ്രശ്നം. ഈ അമേരിക്ക വലിയൊരു സംഭവമാണ് ഈ അമ്മായിയമ്മ എന്ന് പറയുന്നത്. അങ്ങാട്ട് മുകളിൽ ആര് പോകാൻ പാടില്ല, പോയവർ ചവിട്ടി താത്തും. അതാണ് സ്വഭാവമാണ് ചില അമ്മായിയമ്മമാർക്ക്. അമേരിക്ക കളിക്കുകയാണ് എല്ലാ വീട്ടിലും. നിങ്ങൾക്ക് ചായ, നമുക്ക് വയസ്സാം കാലത്ത് 75 വയസ്സ് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല മരുമകൾ നിങ്ങൾ വീട്ടിലേക്ക് വരുന്നത്. നിങ്ങൾക്ക് ചായ ഉണ്ടാക്കാൻ നിങ്ങൾ തന്നെ ചായ ഉണ്ടാക്കി കുടിക്കുക. എന്നാൽ അവൾ തരുന്നില്ലെങ്കിൽ അവൾ തരേണ്ടത് അവളെ ബാധ്യതയൊന്നുമല്ല. നിങ്ങൾക്ക് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ അവൾ വന്നത്. അവൾ വന്ന പെണ്ണ, നിങ്ങളാണ് ചായ കൊടുക്കേണ്ടത്. ഇനി ചായ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മകനോട് പറയാം, മകന് ചായ ഉണ്ടാക്കി തരട്ടെ. ഇനി മകന് പറ്റില്ല, നിങ്ങൾ ചായ കുടിക്കണ്ട. ചായ കുടിച്ചില്ലെങ്കിൽ ഒന്നും നടക്കില്ല, വിസയിലോ പോകാൻ ഒന്നും ഇല്ല. അപ്പോൾ ഈ യുദ്ധം അവസാനിക്കണമെങ്കിൽ അത് അമേരിക്ക തന്നെ തീരുമാനിക്കണം. അപ്പോൾ അമേരിക്ക തന്നെ അമ്മായിയമ്മമാർ കുറച്ചും ഇതാക്കണം. ഇനി ഈ ചായ ഉണ്ടാക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ചോറ്, അതിന് നമ്മൾ വഴക്ക് കൂടേണ്ട ഒരു അവസ്ഥയല്ല വീട്ടിൽ. അത് സ്വന്തം ഭാര്യ ഭർത്താവിന് പോലും ചായ വെച്ച് കൊടുക്കണമെങ്കിൽ ശമ്പളം അവർ ചോദിക്കുന്നത്, ശമ്പളം കൊടുക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത്.